ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏതാണ് ഡ്രഗ്സിന്റെ ലാസ്റ്റത്തെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് അല്ലേ ഇനി എടുക്കാനുള്ളത്. ഇവിടെ ചെറിയൊരു നെറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ, അതാണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയത് അല്ലെ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ്. ബാക്കി മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞു അല്ലെ. ജനറൽ ഡ്രഗ്സ് പറഞ്ഞു, നാർക്കോട്ടിക് ഡ്രഗ്സ് പറഞ്ഞു, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് പറഞ്ഞു, ലാസ്റ്റത്തെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ നോക്കിയേ ലാസ്റ്റ് ഫോർത്ത് വൺ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഫ്രീസറിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കേണ്ടതായ മരുന്നുകൾ ഉണ്ടല്ലോ, ഹോർമോൺസുകള്, വാക്സിൻസ്, ഇതൊക്കെ നമ്മൾ എന്താ കോൾഡ് സ്റ്റോറേജിൽ ആ മരുന്നുകളൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്. ലിവർ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അയണിന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള തരം മരുന്നുകളാണ് കേട്ടോ. ഇരുമ്പ് ഉൾപ്പെടെയുള്ള ധാരാളം ധാതുക്കളുടെ ഒരു ഉറവിടമാണ് ലിവർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് ഏതാണ്, ലിവറിന്റെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിവർ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിവർ ഡിസീസുകളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ലിവർ എക്സ്ട്രാക്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം? ഷുഡ് ബി സ്റ്റോർ കോൾഡ് റൂം ടെമ്പറേച്ചർ ബിറ്റ്വീൻ 50 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് ആട്ടോ, അത് പെർസെന്റേജ് അല്ല. അത് ആ പ്രിന്ററിന്റെ പ്രശ്നമാണ്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേ. 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അത്രയും ആ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യണം. ആ ടെമ്പറേച്ചർ ഡിഗ്രി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ആന്റിബയോട്ടിക്സ്, vitamin, liver extract should be in store cold room between 50 degrees Celsius to 20 degrees Celsius. അപ്പൊ 50 to 20 degrees Celsius ഈ ഡ്രഗ്സുകൾ സൂക്ഷിക്കണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ, the room should be air conditioned with a temperature control facility. ഈ റൂം എന്താ, room should be air conditioned. എയർ കണ്ടീഷണർ ആയിരിക്കണം വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. അവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, സൗകര്യം കൂടി അവിടെ ഉണ്ടായിരിക്കണം റൂമില്. ഓക്കെ, room should be air conditioned with the temperature control facility. Then ഇനി അടുത്ത് നോക്കിയ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം. സെറം ആണ് കേട്ടോ, SCRUM, സെറം. ബ്ലഡിലെ ക്ലിയർ ലിക്വിഡ് പാർട്ട് നമ്മൾ പറഞ്ഞതാണ് സെറം, SCRUM, ക്ലിയർ liquid part of blood. Serum, hormones, etc. have to be stored at 2 degrees Celsius to 8 degrees Celsius. 2 to 8 degrees Celsius വരെയും അതില് നമ്മുടെ വാക്സിനുകള്, സെറം, ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഇൻ ഡീപ് ഫ്രീസർ കണ്ടോ, കുറച്ചും കൂടി ഫ്രീസ് ആക്കിയിട്ട് ഡീപ് ഫ്രീസർ ഓർ ഇൻ കൂളർ കൂളർ അങ്ങനെ ആക്കുക കേട്ടോ. വോക്കിന്നൊന്നും വേണ്ട, ഡീപ് ഫ്രീസർ ഓർ കൂളർ. കറക്റ്റ് ചെയ്തോ, ഡീപ് ഫ്രീസർ ഓർ കൂളർ. അപ്പൊ അവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്, 2 to 8 ഡിഗ്രി സെൽഷ്യസില് നമ്മുടെ വാക്സിൻസ്, സെറം, ഹോർമോൺ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഡീപ് ഫ്രീസർ കുറച്ചും കൂടി ഫ്രീസ് ചെയ്തിട്ട്, ഓർ കൂളർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഇവിടെ ടെമ്പറേച്ചർ എങ്ങനെ പ്രദർശിപ്പിക്കണം, എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക ത്രൂ ഡയൽ തെർമോമീറ്റർ. ഇതൊക്കെ എന്താ, ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് മെഷർ ആൻഡ് ഡിസ്പ്ലേ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാനും ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡയൽ തെർമോമീറ്റർ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടാണ് ടെമ്പറേച്ചർ ചാർട്ടിങ്. ഇതെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ, ടെമ്പറേച്ചർ നമുക്ക് അവിടെ എക്സിബിറ്റ് ചെയ്യണം. ഏതിൽ കൂടെ, ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഇതുവഴി നമ്മുടെ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് നിങ്ങൾ രണ്ടെണ്ണം നോക്കുക. ആ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കാം കേട്ടോ, എത്ര ഇതിൽ ഫ്രീസ് ചെയ്യണം എന്നുള്ളത്. ആ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം.
ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻ, ലിവർ എക്സ്ട്രാക്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എത്രയാണ്? 50 to 20 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. വാക്സിൻസ്, സെറം, ഹോർമോൺസ് അത് കുറച്ചും കൂടി നമ്മുടെ ഡീപ് ഫ്രീസറിൽ, അതായത് 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻ, സെറം, ഹോർമോൺസ്. അടുത്തത് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ. ടെമ്പറേച്ചർ എങ്ങനെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്യണേ? ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിംഗ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് ചെറിയ കുഞ്ഞത് എന്തെങ്കിലും ചോദിക്കാം, അല്ലാതെ പ്രൊസീജിയർ ആയിട്ടൊന്നും നമുക്ക് അറിയാലോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറില്ല, എങ്കിലും നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് നോക്കി? മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ വാർഡ്. IPDയിൽ നിന്ന് വാർഡിലേക്ക് വരെയുള്ള ആ മെഡിക്കേഷൻ മെത്തേഡ്, മെഡിക്കേഷൻ പ്രൊസീജിയർ. ഇപ്പൊ നമ്മള് ആരാ ഈ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറാണ് അല്ലെ. മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അത് ആ വാർഡിലേക്ക് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ കൈകളിലേക്ക് എത്തുന്നത് വരെയുള്ള ആ പ്രൊസീജിയർ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫാർമസി കൂടിയല്ലേ നമുക്ക് മരുന്ന് കിട്ടുന്നേ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലും അതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട്, കുറച്ച് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ആ മരുന്നുകൾ എത്തുന്നത്. അപ്പൊ അതുവരെയൊക്കെയുള്ള ഒരു മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, medication method of IPD from the cabin or ward. IPDയിൽ നിന്ന് വാർഡിലേക്കുള്ള ആ മെഡിക്കേഷൻ പ്രൊസീജിയർ. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റത്തെ സ്റ്റെപ്പില് ആദ്യം എന്താണ്? ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്. പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ആരാ? മരുന്ന് എഴുതുന്നത് ആരാ? ഡോക്ടർ അല്ലെ. ഡോക്ടർ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻസ് എഴുതും. ഓക്കെ, ഡോക്ടർ റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതും. The nurses transcribe. Transcribe എന്ന് വെച്ചാൽ പകർത്തുക. ഓക്കെ, മീനിങ് ആണ് കേട്ടോ. ട്രാൻസ്ക്രൈബ്, പകർത്തുക. The nurses transcribe the prescription by electronic machine onto HIS. അപ്പൊ ഡോക്ടർ എഴുതിയിട്ടുള്ള ആ പ്രിസ്ക്രിപ്ഷൻസ് നേരിട്ട് അങ്ങനെയല്ല വരുന്നത്. ഇപ്പൊ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ് എന്താക്കി മാറ്റും നേഴ്സുകള്? ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻ ഓൺടു ദ HIS. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതൊന്ന് നോട്ട് ചെയ്തോട്ടാ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. എന്ത് മരുന്നാണെന്നുള്ളത് ഡോക്ടർ പേഷ്യന്റിനെ ഒക്കെ നോക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു. മരുന്ന് ഏതാണെന്നുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി. അടുത്തത് എന്താ ചെയ്തത്? നേഴ്സസ് എന്ത് ചെയ്യുന്നു? നേഴ്സസ് ഈ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് ഇലക്ട്രോണിക് മെഷീൻ വഴി HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തുന്നു. ട്രാൻസ്ക്രൈബ് എന്ന് വെച്ചാൽ പകർത്തുക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നേഴ്സസ് ഈ പ്രിസ്ക്രിപ്ഷൻസ്, ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് ഇലക്ട്രോണിക് മെഷീൻ വഴി HIS-ലേക്ക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തുന്നു. അപ്പൊ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് പലതും വായിക്കാൻ പോലും പറ്റില്ല അല്ലെ. അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആക്കും അല്ലെ. നമ്മൾ അടിച്ച് നമുക്ക് ആ മരുന്നുകള്, ആ പേരുകള് നമ്മൾ മേടിക്കുമ്പോഴൊക്കെ ആ ബില്ലിലൊക്കെ ആ മരുന്നുകളൊക്കെ നമ്മളെല്ലാ കമ്പ്യൂട്ടർ അല്ലെ ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് ആയിരിക്കും. അല്ലാതെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതല്ലല്ലോ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതല്ല നമുക്ക് വരുന്ന. അത് നേരെ അവര് അത് എന്ത് ചെയ്യുന്നു? അതിന് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് ആക്കും അല്ലെ. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. നേഴ്സ് എന്ത് ചെയ്യുന്നു? ആ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് ഇലക്ട്രോണിക് മെഷീൻ വഴി HIS-ലേക്ക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തുന്നു. അത് പറയാട്ടോ. ഓരോ സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അപ്പൊ അത്രയും കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. നേഴ്സ് എന്ത് ചെയ്യുന്നു? ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനെ ഇലക്ട്രോണിക് മെഷീൻ വഴി
HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അത് പകർത്തും. നേരെ അതല്ല ചെയ്യുന്ന ഡോക്ടർ എഴുതിയത് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ HISലേക്ക് ആ നേഴ്സ് ആ പ്രിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യും, അതിനെ പകർത്തുന്നു, ട്രാൻസ്ക്രൈബ് ചെയ്യും. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് ആ പ്രിസ്ക്രിപ്ഷൻ എന്താ ചെയ്യുന്നത്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ എന്താ? സെക്കൻഡ് പോയിന്റ് അത് നേരെ എങ്ങോട്ടേക്കാ? ഫാർമസി ഡിപ്പാർട്ട്മെന്റില്. മരുന്നുകൾ നമുക്ക് എടുക്കുന്നത് ഫാർമസിയിലല്ലേ? നേരെ അത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. Administration staff by using electronic machine nurses electronic request for the medicine onto a printed medication order sheet. അടുത്തത് ഫാർമസി ഡിപ്പാർട്ട്മെന്റില് അവിടുത്തെ സ്റ്റാഫുകൾ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകള് എന്ത് ചെയ്യുന്നു? ഈ പ്രിസ്ക്രിപ്ഷൻസ് ഈ നേഴ്സ് കോപ്പി ചെയ്തില്ലേ, ആ പ്രിസ്ക്രിപ്ഷനെ പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ആ നോക്കി മിഷ്യൻ ട്രാൻസ്ക്രൈബ് എന്നുള്ള ഒരു വേർഡ് എഴുതിക്കോട്ടെ അവിടെ. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മിഷ്യൻ ട്രാൻസ്ക്രൈബ്. ആ വേർഡ് ഒന്ന് എഴുതി ചേർത്തേ. ട്രാൻസ്ക്രൈബ്, TRANSCRIBE. Transcribe the nurse's electronic request for the medicine onto a printed medication order sheet. എന്താ ചെയ്യുന്നത്? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ഇത് പ്രിന്റഡ് ആ നേഴ്സ് എന്താ പറയാ ട്രാൻസ്ക്രൈബ് ചെയ്ത ആ ഇലക്ട്രോണിക് മിഷ്യൻ വഴി HISലേക്ക് പകർത്തിയ ആ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അതിനെ ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? അതൊരു പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? അത് പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ക്ലിയർ ആയോ? പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്താണ്? കറക്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാനത് ഷോർട്ട് ചെയ്ത് പറഞ്ഞതാ. അതായത് അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യും? ബൈ യൂസിങ് ഇലക്ട്രോണിക് മിഷ്യൻ നേഴ്സസ് ഇലക്ട്രോണിക് മിഷ്യൻ ട്രാൻസ്ക്രൈബ്. അവിടെ ഒരു വേർഡ് എഴുതി ചേർക്കാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മിഷ്യൻ ട്രാൻസ്ക്രൈബ്, TRANSCRIBE പകർത്തുക എന്നുള്ള മീനിങ് ആണ്. The nurse's electronic request for the medicine onto a printed medication order sheet. എന്താ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞില്ലേ, നേഴ്സ് ആ പ്രിസ്ക്രിപ്ഷനെ HISലേക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആക്കൂന്ന് പറഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? അത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. അപ്പോ ഈ നേഴ്സസ് ഇങ്ങനെ HISലേക്ക് ആക്കിയില്ലേ, ആ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നു? ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? അതൊരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയിട്ട് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. അത്രയും മനസ്സിലാക്കി വെക്കാം. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ഇതൊരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയിട്ട് ഒരു ഓർഡർ ആക്കും, മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. നോട്ട് ചെയ്ത അവിടെ, മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നവർ. ഓക്കെ, ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി obtain medication from. അത് മെഡിക്കേഷൻ എന്നാണ് കേട്ടോ. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി obtain medication from
Okay, correct ചെയ്തോ? Obtain medication from the shelves to the dispensing table as per the printed medication order. ഇനി അടുത്തതിന് നോക്കിയേ, അത് ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്നവര്. അവരെന്ത് ചെയ്യുന്നു? ഡിസ്പെൻസിങ് ടേബിളിലേക്ക് നോക്കാം. അത് ഈ നമ്മുടെ പ്രിന്റ് ചെയ്ത ആ മരുന്നില്ലേ, അത് ഡിസ്പെൻസേഴ്സ് ഈ പ്രിന്റ് ഇപ്പൊ നമ്മളൊരു മെഡിക്കേഷൻ ഓർഡർ ആക്കി വെച്ചിട്ടില്ലേ, അത് ആ പ്രിന്റ് ചെയ്ത മരുന്ന് ഓർഡർ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ആ ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എന്ത് ചെയ്യുന്നു? ഷെൽഫ്സിൽ നിന്ന് മെഡിസിൻ ലഭ്യമാക്കുന്നു. അപ്പൊ ഷെൽഫ്സുകളിൽ ഇരിക്കുന്ന മരുന്ന് അല്ലെ, ഫാർമസിയിലെ ഓരോ ഷെൽഫ്സിലും വെച്ചേക്കുന്ന മരുന്നുകള് എന്ത് ചെയ്യുന്നു? അത് ആ ടേബിളിലേക്ക്, ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. മെഡിസിൻസ് അതനുസരിച്ച് ലഭ്യമാക്കുന്നു ആണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പില് അത് ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്നവര് എന്ത് ചെയ്യുന്നു? ആ പ്രിന്റ് ചെയ്ത മരുന്നുകള് ഓർഡർ അനുസരിച്ചിട്ട് തന്നെ, ആ മരുന്നിന്റെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ടേബിളിലേക്ക്, ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ഷെൽഫ്സിൽ നിന്ന് ആ മെഡിസിൻ എടുത്തു വെക്കും, ആ ടേബിളിലേക്ക് എടുത്തു വെക്കും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? അപ്പൊ അത് നമ്മള് ഓക്കെ അടുത്ത നോക്കിയേ. അപ്പൊ ആ ടേബിളിലേക്ക് എടുത്തു വെക്കും, ഡിസ്പെൻസിങ് ടേബിളിലേക്ക് എടുത്തു വെക്കും ഡിസ്പെൻസേഴ്സ്. ഇനി അടുത്ത സ്റ്റെപ്പില് the medication should be kept in a small medication cart. മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ ട്രേ ആണ്, ഓരോ ട്രേകള്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്? kept in a small medication cart along with the printed medication order sheet. അപ്പൊ ആ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഓർഡർ ഷീറ്റിലെ മരുന്നുകളുടെ ഇത് എഴുതിയേക്കുന്ന ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിനൊപ്പം തന്നെ മെഡിസിൻസ് മെഡിക്കേഷൻ കാർട്ടിൽ സൂക്ഷിക്കും, അതായത് ട്രേയിൽ സൂക്ഷിക്കും. മെഡിസിൻസ് ആ ഷെൽഫ്സിൽ നിന്ന് മെഡിസിൻസ് എടുത്തിട്ട് ആ ട്രേയില് ഏതിന്റെ ഒപ്പം? അവിടെ ആ ഫോമും ഉണ്ടാവും, അതായത് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ഉണ്ടാവും. ആ മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിനൊപ്പം തന്നെ ആ മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? ആ മെഡിസിൻ അവിടെ ആ ട്രേ, മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞ എന്താണ്? ആ ട്രേ ആണ്, ആ ട്രേയിൽ വെക്കും. അപ്പൊ അതിനകത്ത് ആ ഫോമും മെഡിക്കേഷൻ ഓർഡറും ഉണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ മരുന്നുകളും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അത് ഒരു ട്രേയിലേക്ക് എടുത്തു വെക്കും. ഇനി അടുത്തത് ഫാർമസിസ്റ്റ്. അപ്പൊ ഇത് എടുത്തു വെക്കുന്നവര് ഇപ്പൊ ഡിസ്പെൻസേഴ്സ്, അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആവണമെന്നില്ല അവര്. ഇപ്പൊ അവര് മരുന്നനുസരിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി മാത്രം ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടല്ലോ. അപ്പൊ അവരെടുത്ത് വെക്കുന്ന മരുന്നുകള് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഈ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പൊ അവര് ആ ഓർഡറിന്റെ ഒപ്പം തന്നെ ഷെൽഫ്സിന്ന് മരുന്ന് ട്രേയിലേക്ക് എടുത്തു വെക്കൂലേ, ആ കവറേപ്പാടെ, ആ ടാബ്ലറ്റിന്റെ ഷീറ്റ് ഉൾപ്പെടെ അവര് ആ ഷീറ്റോട് കൂടി മെഡിസിൻസ് ആ ഓർഡറിനൊപ്പം, മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിനൊപ്പം തന്നെ മെഡിസിൻ ട്രേയിലേക്ക് വെക്കൂലേ, അത് ഈ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെക്ക് ചെയ്യും. ആ മരുന്ന് തന്നെയല്ലേ, ആ ഓർഡർ ഷീറ്റ് നോക്കിയിട്ട് അതിനകത്ത് എഴുതിയ മരുന്നുകൾ തന്നെയല്ലേ അവരെടുത്ത് വെച്ചേക്കണം എന്നുള്ളത് ഈ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. മനസ്സിലായോ? ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യും ആ മെഡിക്കേഷൻ, ആ ട്രേയിൽ എടുത്ത് വെച്ചേക്കുന്ന മരുന്നും അതിന്റെ ഒപ്പം തന്നെ ഒരു ഓർഡർ ഷീറ്റ് ഉണ്ടല്ലോ, മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിന്റെ ഒപ്പം വെച്ചേക്കുന്ന ആ മരുന്നുകള് ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യും. ഇനി ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? അവര് വെച്ചേക്കുന്നത് കറക്റ്റ് അല്ലേ, കറക്റ്റ് മരുന്നുകളൊക്കെ തന്നെ അല്ലേ എന്നുള്ളത് ഒന്നുകൂടി അവര് ക്രോസ് ചെക്ക് ചെയ്യും. ആഫ്റ്റർ വെരിഫൈയിങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് ബാഗ് all the medication into bag and stick to the medication order along with it. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അപ്പൊ വെരിഫൈ ചെയ്തു, ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് മരുന്ന് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? എയ്ഡ് ബാഗ് എന്ന് പറഞ്ഞ കവറ്, നമുക്ക് മരുന്ന് മേടിക്കുമ്പോൾ നേരെ സ്ലിപ്പ് പേപ്പാടെയാണ് കിട്ടുന്നത്. ആ സ്ലിപ്പ് ഒരു കവറിൽ ഇട്ടിട്ടല്ലേ കിട്ടുന്നേ അല്ലേ?
കവറിലല്ലേ ടാബ്ലറ്റ് മെഡിസിൻസ് കിട്ടുന്ന ഫാർമസിന്ന്. കവർ, അതാണ് എയ്ഡ് ബാഗ് എന്ന് പറഞ്ഞേക്കണേ, ആ സഹായികള്. അപ്പൊ ഫാർമസി എയ്ഡ്. അപ്പൊ ഈ ഫാർമസിസ്റ്റ് അതിനെ ക്രോസ് ചെക്ക് ചെയ്തല്ലോ. ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് മരുന്നാണെന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, അത് അവര് ആ എയ്ഡ് ബാഗ് എന്ന് പറഞ്ഞ കവർ, ആ കവറിലേക്ക് മരുന്ന് ഇടും. To the bag and stick to the medication order along with it. അപ്പൊ കവറിലാക്കിയിട്ട് ആ ടാബ്ലറ്റ് കവറിലാക്കിയിട്ട് ആ മെഡിക്കേഷൻ ഓർഡർ അതിലൂടെ പിൻ ചെയ്ത് വെക്കും. സ്റ്റാപ്ലർ അടിച്ചു വെക്കും, സ്റ്റിക്ക് ചെയ്യും. നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ വെറുതെ ടാബ്ലറ്റും കവറും മാത്രമല്ല, അതിന്റെ കൂടെ ഏതൊക്കെ മരുന്നുകളാണ് എത്രയൊക്കെയാന്നൊക്കെ ഉള്ളത് ഒരു ഓർഡർ ഷീറ്റ് ഉണ്ടാവില്ലേ മരുന്നിന്റെ, അത് ടാബ്ലറ്റിന്റെ ഒപ്പം തന്നെ അവര് പിൻ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ഇനി ലേബലിംഗ് ആവശ്യമാണെങ്കിൽ മിക്കവാറും ആ കവറിൽ ഉണ്ടാവും അല്ലെ, കവറിൽ ഉണ്ടാവും 1 വീതം 3 നേരം, ആഹാരത്തിന് ശേഷം, ആഹാരത്തിന് മുന്നേ എന്നൊക്കെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ആ കവറിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതിയത് ആഹാരത്തിന് മുമ്പ് ശേഷം എന്നൊക്കെ ഉള്ളത് ഏതനുസരിച്ച് ടാബ്ലറ്റിന്റെ അനുസരിച്ച് അവർ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് അതിനകത്തായിട്ട് ആഡ് ചെയ്യും. മുമ്പ് ശേഷം എന്നും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ടിക്ക് ഇട്ടിട്ട് മറ്റത് അവർ വെട്ടിക്കളയും അല്ലേ. ഇപ്പൊ 1 വീതം 3 നേരം ആണെങ്കിൽ ഇപ്പൊ 3 നേരത്തിൽ 2 നേരം മതിയെങ്കിൽ ഒരെണ്ണം അവർ വെട്ടിക്കളയും അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആക്കി. അതാണ് ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഈസ് നെസസറി. ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ലേബലിംഗും അവര് കറക്റ്റ് ചെയ്തു, അതായത് അവര് കറക്റ്റ് ആക്കി എഴുതും. മനസ്സിലായില്ലേ നിങ്ങക്ക്? കവറിലാക്കിയതിന് ശേഷം ഈ കവറിന്റെ മുകളില് നമ്മള് ആ ഫാർമസിസ്റ്റ് അവര് ലേബല് കറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, submit the medication patient wise to the nurses accountable in the floor. അപ്പൊ നമ്മൾ വാർഡിലേക്ക് കൊടുക്കണ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഓരോ നമ്മള് വാർഡിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ് ഉണ്ടല്ലോ, ആ നേഴ്സുകൾക്ക്, അതിന് ഉത്തരവാദിത്തമുള്ള നേഴ്സിന് പേഷ്യന്റ് വൈസ് ആയിട്ട് മെഡിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. നേരെ പേഷ്യൻസിന് ഫാർമസിയിൽ നിന്ന് കൊടുക്കല്ല ചെയ്യേണ്ടത്, അത് നേരെ ആ മരുന്ന് എങ്ങോട്ടാ പോണേ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു വാർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിന്റെ കൈകളിലേക്കാണ് ആ മെഡിക്കേഷൻ പോകുന്നത്. Submit the medication patient wise to the nurses accountable in the floor. ആ ഫ്ലോറില് ഉത്തരവാദിത്തപ്പെട്ട നേഴ്സ്, ആ നേഴ്സിന്റെ കയ്യിലേക്ക് ഈ മെഡിക്കേഷൻ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. പേഷ്യന്റ് വൈസ് ഓരോ പേഷ്യൻസിന്റെ മരുന്നുകൾ അവരെന്ത് ചെയ്യുന്നു, ഈ ആ നേഴ്സിന്റെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിന് സബ്മിറ്റ് ചെയ്യും. ഇനി നോക്കിയേ, the nurses receive medication from pharmacy aid and check the quantity according to the requirements. അപ്പൊ ഈ നേഴ്സിന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നേഴ്സ് എന്താ ചെയ്യുന്നേ, ഈ മെഡിസിൻസ് റിസീവ് ചെയ്യും അല്ലെ. റിസീവ് ചെയ്ത മെഡിസിൻസ് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യും. വെറുതെ മേടിക്കുകയല്ല ചെയ്യുന്നേ, അവരത് ചെക്ക് ചെയ്യും. അതിന്റെ ക്വാണ്ടിറ്റി, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അത്രയും കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ടോ, അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്, അവര് റിക്വസ്റ്റ് കൊടുത്ത അനുസരിച്ചുള്ള മരുന്നുകൾ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അവര് ചെക്ക് ചെയ്യും. മനസ്സിലായോ? അവര് ആ റിക്വസ്റ്റ് കൊടുത്തില്ലേ, ആ റിക്വസ്റ്റ് കൊടുത്തതിന്റെ അനുസരിച്ചുള്ള കറക്റ്റ് ക്വാണ്ടിറ്റിയില് മരുന്നുണ്ടോ എന്നുള്ളത് നേഴ്സിന്റെ കൈകളിലേക്ക് ഈ മെഡിസിൻ കിട്ടിക്കഴിയുമ്പോൾ നേഴ്സ് അത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, give the medication to the patient. എന്നിട്ട് ഇപ്പൊ നേഴ്സ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു. Give the medication or medicine to the patient. പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു, മരുന്നുകൾ കൊടുക്കുന്നു. Then അടുത്ത് നോക്കി, check before making intent for patient in HIS. അതായത് പേഷ്യന്റിന് കൊടുത്തു. ഇനി പേഷ്യന്റിന് ഈ കേസ് റെക്കോർഡൊക്കെ വേണമെങ്കിൽ, പേഷ്യന്റിന് കേസ് റെക്കോർഡ് കോപ്പി, കേസ് റെക്കോർഡിന്റെ കോപ്പി ഒക്കെ വേണമെങ്കിൽ ആ ഓർഡർ, ഇന്റന്റ് എന്ന് പറഞ്ഞ ഓർഡർ, ആ
നമ്മൾ ആ എന്താ HIS ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ അത് എത്തുന്നതിനൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യും. അത് അടുത്തൊരു പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ആ 4 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ കേസ് സ്റ്റഡിക്ക് വേണ്ടി പേഷ്യൻസിന് ആ ഇത് ഫോം ഒക്കെ കൊടുക്കണമെങ്കിൽ ആ മെഡിസിന്റെ ഓർഡർ ഒക്കെ ഇല്ലേ, ആ ഓർഡർ ഷീറ്റ് ഒക്കെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ നേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യും. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. പേഷ്യന്റിന് കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഈ ഓർഡർ ഷീറ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിനു മുന്നേ ഈ കാര്യങ്ങൾ ഒന്നുകൂടി നേഴ്സ് ഷുവറാക്കും, ചെക്ക് ചെയ്യും. അത് എന്തൊക്കെയാണ്? ഇത് ആ പോയിന്റിന്റെ കൂടെ വരുന്നതാണെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഈ ഹെഡിങ് എടുത്ത് ചോദിക്കാം. എന്താണ് അവിടെ ചോദിക്കുന്നത്? കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന്, ആ ഇന്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ നേഴ്സുകൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. Check before making intent for patient in HIS. ഇത് ഞാനിപ്പോ ഇന്നിപ്പോ കൊടുക്കുമ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം കേട്ടോ. അതിന്റെ ആ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, നമ്മൾ ആ നേഴ്സ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ID നമ്പർ ചെക്ക് ചെയ്യും. എല്ലാവർക്കും ഇല്ലേ ID നമ്പർ? അവിടെ പേരിനേക്കാളും കൂടുതൽ ആ നമ്പറാണ്, MRT ID നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. ID നമ്പർ കറക്റ്റ് അല്ലേ? അപ്പൊ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണേ അല്ലെ? ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ പേര് അവിടെ വന്നത്, കമ്പ്യൂട്ടറിലാണെങ്കിൽ വന്നത്. അപ്പൊ ID നമ്പർ ഒരു നമ്പർ പോലും വ്യത്യാസം വരാൻ പാടില്ല. ഒരു നമ്പർ മാറിപ്പോയാൽ വേറെ പേഷ്യന്റ് ആയിപ്പോകും. അപ്പൊ ID നമ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യും. പിന്നെ പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ നോക്കും. ഓരോ ബെഡിന്റെ നമ്പർ ഇല്ലേ, അത് നോക്കും. ഇനി അടുത്തത് നോക്കിയേ, പേഷ്യന്റ് നെയിം, പേഷ്യന്റിന്റെ പേര് ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഓക്കെ, പേഷ്യന്റിന്റെ പേര് ചെക്ക് ചെയ്യും. പിന്നെ അടുത്ത് നോക്കിയേ, ഡോസേജ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഡോസേജ് ഇല്ലേ, അത് കറക്റ്റ് അല്ലേ, കറക്റ്റ് ഡോസ് അല്ലേ? ഓരോന്നുണ്ടല്ലോ, അത് ഇത്ര ഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, ഡോസ് കൂടുതലും കുറവുണ്ട്. അപ്പൊ ചിലപ്പോൾ ഡോസ് കുറഞ്ഞത് മതിയായിരിക്കും, അതിന്റെ പകുതി മതിയായിരിക്കും. അപ്പൊ അതിന്റെ ഡോസേജും കൂടി ചെക്ക് ചെയ്യും. സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, പേഷ്യന്റിന്റെ ക്യാബിനറ്റില് മുൻകൂട്ടി മരുന്നുകൾ ഉണ്ടോ? ഓൾറെഡി അവർക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് മതി, അത് കിഴിച്ചിട്ടുള്ള മരുന്ന് മതി അല്ലേ? അപ്പൊ പേഷ്യന്റിന്റെ ക്യാബിനറ്റില് ആ മരുന്ന് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ സ്റ്റോക്ക് ഇപ്പൊ ഇത്ര എണ്ണം ബാക്കി ഉണ്ടെങ്കിൽ ബാലൻസ് മതി. അപ്പൊ അതും കൂടി ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറെ കൂടുതലായി പോകൂലേ? അപ്പൊ പേഷ്യന്റിന്റെ ആ ക്യാബിനറ്റില് സ്റ്റോക്ക് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, അവിടെ ബാലൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ഇന്റന്റ് റിസീവ് ചെയ്ത ആ പേപ്പർ, ഇത്രയും കാര്യങ്ങള് ഇന്റന്റ് റിസീവ് പേപ്പറും കൂടി നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങള് ചെക്ക് ചെയ്യണതാണ്. അതിങ്ങനെ നമുക്ക് അവിടെ ഇന്റന്റ് ഓർഡർ ആണ്. നമ്മൾ പഠിച്ചില്ലേ ആദ്യം ആ റെക്കോർഡുകളിൽ ഇന്റന്റ് പഠിച്ചല്ലോ. ഇന്റന്റ് റെക്കോർഡുകൾ ആ ഫാർമസിയിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡുകൾ പഠിച്ചപ്പോ ഇന്റന്റ് പറഞ്ഞല്ലോ. ഇന്റന്റ് ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു പർച്ചേസ് സ്പെസിഫിക് മെഡിക്കേഷൻ ടു സപ്ലയർ, സപ്ലയറിൽ നിന്ന് നമ്മുടെ മെഡിക്കേഷൻസ് വാങ്ങുന്നതിനുള്ള ആ റിക്വസ്റ്റ് ഫോം ആണ് ഇന്റന്റ് എന്ന് പറയാം. ഫോർമൽ റിക്വസ്റ്റ് ആണ്. ഫാർമസിയിൽ നിന്നാണെങ്കിലും മരുന്നുകൾ വാങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ആണ്. ഓർഡർ അങ്ങനെ വെക്കാം, മെഡിക്കേഷൻ ഓർഡർ ആണ്, റിക്വസ്റ്റ് ഫോം ആണ് ഇന്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റന്റ് റിസീവ് ചെയ്ത പേപ്പറും നോക്കും. ഇന്റന്റ് ആണ് റിസിപ്റ്റ് വൗച്ചറിൽ നമ്മൾ എഴുതിയതാണ് അത് ഇന്റന്റ് എന്താണെന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. എന്തിനാ ഈ കേസ് സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ
പേഷ്യൻസിന്റെ ഈ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഫോം പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ കോപ്പി പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ ഇത്രയും കാര്യം കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഈ കോപ്പി കൊടുക്കുള്ളൂ. ചിലർക്കൊക്കെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വേറെ കുറച്ചും കൂടി നല്ല ഇതൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട്, അവർ പറയാണ് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് സമ്മറി അല്ലാട്ടോ, ഡിസ്ചാർജ് സമ്മറി അല്ലാതെ അതെല്ലാം ഇവരും ഡിസ്ചാർജ് ചെയ്ത് തരുന്നതാണ്. അല്ലാതെ നമുക്ക് കേസ് റെക്കോർഡ് ഇത്രയും നാളെ ട്രീറ്റ് ചെയ്തതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ റെക്കോർഡ് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരും. അത് എന്തിനു വേണ്ടിയാ? ടു പ്രൊവൈഡ് കോപ്പി ഓഫ് കേസ് റെക്കോർഡ് ടു പേഷ്യൻസ്. പേഷ്യൻസിന് കോപ്പി കൊടുക്കാൻ കേസ് റെക്കോർഡിന്റെ കോപ്പി നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തരും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. അപ്പൊ ആ കോപ്പി നമുക്ക് തന്നതിന് മുന്നേ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഈ കോപ്പി പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ഒന്നുകൂടി നേഴ്സൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം എല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷമാണ് നമുക്ക് അത് തരുള്ളൂ, ആ കോപ്പി തരുള്ളൂ. ഓക്കെ, നമ്മുടെ അപ്പൊ അതിന് പേഷ്യന്റ് ID നമ്പർ നോക്കും, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ നോക്കും, പേഷ്യന്റിന്റെ നെയിം നോക്കും, ഡോസ് ആൻഡ് ഡോസേജ് നോക്കും പ്രിസ്ക്രിപ്ഷന്റെ. പിന്നെ അടുത്തത് നമ്മുടെ ഷെൽഫ്സുകളിൽ ഓൾറെഡി അവർക്ക് ബാലൻസ് അവിടെ ഉണ്ടോ, ആ മെഡിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ഇന്റന്റ് റിസീവ് ചെയ്ത പേപ്പറും ചെക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷമാണ് ആ കോപ്പി അവർക്ക് കൊടുക്കുള്ളൂ. ഇവിടെ എക്സാമിൽ ഇങ്ങനെ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടേക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ മേക്കിംഗ് ഇൻജന്റ്? ആ ഓർഡർ നമ്മൾ കൊടുക്കൂലേ, മെഡിക്കേഷൻ ഓർഡർ നമ്മൾ കൊടുക്കൂലേ, അപ്പൊ അതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചവരെ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആ F വരെയുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആ A to F വരെയുള്ള പോയിന്റ്സ് അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. മറ്റേത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യണേന്നുള്ളത്? ആ ക്വസ്റ്റ്യൻ ഒന്ന് അവിടെ തന്നെ എഴുതി വെച്ചോ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഈ ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാതെ മനസ്സിലാക്കി തരാം. വിച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക് ബിഫോർ മേക്കിംഗ് ഇൻജന്റ്, ബിഫോർ മേക്കിംഗ് ഇൻജന്റ്. ഇന്റന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ കേസുകൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റത്തെ മനസ്സിലായില്ലേ? പേഷ്യന്റിന്റെ ID നമ്പർ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നുകൂടി ചെക്ക് ചെയ്യും. പേഷ്യന്റിന്റെ ബെഡ് നമ്പർ നോക്കും, പേഷ്യന്റിന്റെ നെയിം നോക്കും. പിന്നെ അടുത്തത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നില്ലേ അതിന്റെ ഡോസും ഡോസേജും കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കും. പിന്നെ അടുത്തത് ആണ് ചോദിച്ചത്, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അതായത് പേഷ്യന്റിന്റെ ക്യാബിനറ്റ് ഇല്ലേ, മരുന്നുകളൊക്കെ വെച്ചേക്കുന്നില്ലേ, അതില് ആ മരുന്ന് ബാലൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, പേഷ്യന്റിന്റെ ക്യാബിനറ്റില് മുൻകൂട്ടി മരുന്ന് സൂക്ഷിക്കും. അതായത് ആ മരുന്ന് അതിലേക്ക് സ്റ്റോർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ബാക്കി മതി അല്ലെ. ഇപ്പൊ 10 ഓൾറെഡി നമ്മൾ കഴിച്ചതിന്റെ 10 ഉണ്ടെങ്കിൽ 20 എഴുതിയാക്കണമെങ്കിൽ ബാക്കി 10 മതിയല്ലോ. ഇനി 10 ഓൾറെഡി അവരുടെ പേഷ്യന്റിന്റെ കൈകളിലുണ്ട് അല്ലെ. ഇതാണ് സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ മുൻകൂട്ടി മരുന്ന് അത് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടോ. ഇത് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അതിനകത്ത് HIS എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS നോട്ട് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് അതിന്റെ ഇത് ഓർഡർ കിട്ടിയോ? ഓർഡർ കറക്റ്റ് ആയോ? അത് മെഡിക്കേഷൻ പ്രൊസീജിയർ നോട്ട് ചെയ്തെടുത്തോ? നിങ്ങളത് നോട്ട് ചെയ്തെടുത്തായിരുന്നോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്തോ? നിങ്ങൾക്ക് കിട്ടിയോ? കറക്റ്റ് ആയോ? ഒന്നുകൂടി പറയണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഒന്നുകൂടി പറയണോ?
നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ഒന്ന് കറക്റ്റ് ആണോ എന്നൊന്നുകൂടി ഇന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഫസ്റ്റത്തെ എന്താ ചെയ്യുന്നേക്കുന്നത്? മെഡിക്കേഷൻ പ്രൊസീജിയറിൽ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നേ? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതും. ആ പ്രിസ്ക്രിപ്ഷൻ നേഴ്സസ് ഇലക്ട്രോണിക് മെഷീൻ വഴി HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തും. കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തോ? ആരെങ്കിലും നോട്ട് ചെയ്തായിരുന്നോ പറഞ്ഞപ്പോ? ഓക്കെ, ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു, നേഴ്സുകള് എന്ത് ചെയ്യുന്നു? അത് ഇലക്ട്രോണിക് മെഷീൻ വഴി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പകർത്തും. ട്രാൻസ്ക്രൈബ് ചെയ്യും, പകർത്തുന്നു. ഇനി അടുത്ത സെക്ഷൻ, അപ്പൊ നേഴ്സിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നു? ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകള് പ്രിന്റഡ് ഫോമിലേക്ക് ആ എന്താ മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഈ നേഴ്സിങ്ങിനെ ഇപ്പൊ കോപ്പി ചെയ്തില്ലേ? HIS കോപ്പി ചെയ്തില്ലേ? അതിനെ എന്ത് ചെയ്യുന്നു? പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. എഴുതി വെച്ച അവിടെ കേട്ടോ, പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. സെക്കൻഡ് പോയിന്റ് കിട്ടിയോ? ഓക്കെ, പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ആര്? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? പ്രിന്റഡ് ഫോമിലേക്ക് മെഡിക്കേഷൻ ഓർഡർ ആക്കി മാറ്റും. ഇനി അടുത്തത് നോക്കിയേ. ഇനി അത് ഡിസ്പെൻസ് ചെയ്യുന്നവര്, ഡിസ്പെൻസേഴ്സ്, അത് വിതരണം ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? ഈ പ്രിന്റ് ചെയ്ത ഓർഡർ ഇല്ലേ, ആ പ്രിന്റ് ചെയ്തത് ആ കോപ്പി അതിനകത്ത് അതിന്റെ മരുന്നുകളുടെ ഓർഡർ ഇല്ലേ, ഓർഡർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഷെൽഫുകളിൽ നിന്ന്, ഓരോ ഫാർമസിയുടെ ഓരോ ഷെൽഫിൽ നിന്ന് ടേബിളിലേക്ക് മെഡിസിൻ വെക്കും, എടുത്തു വെക്കും. ടേബിളിലേക്ക് മെഡിസിൻസ് എടുത്തു വെക്കും. ഡിസ്പെൻസേഴ്സ് എന്ന് വെച്ചാൽ വിതരണം ചെയ്യുന്നവര് പ്രിന്റ് ചെയ്തിട്ടുള്ള ആ മരുന്ന് എന്ത് ചെയ്യുന്നു? ഓർഡർ അനുസരിച്ചിട്ട് ഡിസ്പെൻസിങ് ടേബിളിലേക്ക് ഷെൽഫിൽ നിന്ന് ആ ടേബിളിലേക്ക് മരുന്നെടുത്ത് വെക്കും. ക്ലിയർ ആയോ? ഓക്കെ, ടേബിളിലേക്ക് മരുന്നെടുത്ത് വെക്കും. ഇനി എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത നെക്സ്റ്റ് പോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ മെഡിസിൻസ് എന്ത് ചെയ്യുന്നു? ആ ട്രേയിലേക്ക് വെക്കും. മെഡിസിൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്മോൾ മെഡിക്കേഷൻ കാർട്ട്, അതായത് ട്രേയിലേക്ക്, അതായത് മെഡിക്കേഷന്റെ ഓർഡർ ഷീറ്റ് ഇല്ലേ, ആ ഓർഡർ ഷീറ്റിനൊപ്പം തന്നെ മെഡിക്കേഷൻ കാർട്ട്, അതായത് ട്രേയിലേക്ക് എടുത്തു വെക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ പേഷ്യന്റിന്റെ മരുന്നുകൾ, ടാബ്ലറ്റ്സ്, കുറെ ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ ആ ടാബ്ലറ്റ്സുകളെല്ലാം ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് അവരൊരു ട്രേയിലേക്ക് വെക്കും. എന്നിട്ട് അവിടെ നമുക്ക് എന്തുണ്ടാവും? മെഡിക്കേഷൻ ഓർഡർ ഷീറ്റും ഉണ്ടാവും അല്ലെ? ആ പേപ്പറും ഉണ്ടാവും. നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് എഴുതിയേക്കണെന്നുള്ള ഓർഡർ ഷീറ്റിന്റെ ഒപ്പം തന്നെ പല ഷെൽഫിൽ ഇരിക്കുന്ന മരുന്നുകളൊക്കെ പറക്കി എടുത്തിട്ട് അവർ ആ ട്രേയിലേക്ക് ഒരുമിച്ച് എടുത്ത് വെക്കും. ക്ലിയർ ആയില്ലേ? ട്രേയിലേക്ക് മെഡിസിൻസ്, മെഡിക്കേഷൻ ഓർഡറിനൊപ്പം തന്നെ മെഡിക്കേഷൻ കാർട്ട് അല്ലെങ്കിൽ ട്രേയിൽ സൂക്ഷിച്ചു വെക്കും. ഇനി ആ ട്രേയിൽ എന്ന് പറഞ്ഞിപ്പോ എടുത്തു വെക്കുന്ന ആളുകൾ ഫുള്ള് ക്വാളിഫൈഡ് ആണ് എങ്കിലും ആ സീനിയർ ഫാർമസിസ്റ്റിന്റെ അത്രയും ഇല്ല അല്ലെ? അവര് ജസ്റ്റ് നോക്കി എടുത്തു വെക്കും. ആ ട്രേയിൽ വെച്ചിരിക്കുന്ന മരുന്ന് എന്ത് ചെയ്തു? ഫാർമസിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യും. മനസ്സിലാവണേ? ഈ മരുന്ന് തന്നെ കറക്റ്റ് അല്ലേ, അവരെടുത്ത് വെച്ചേക്കുന്നത് മരുന്ന് ആ ഓർഡർ ഷീറ്റ് നോക്കിയിട്ട് ആ മരുന്നുകൾ തന്നെയല്ല അവരെടുത്ത് വെച്ചേക്കണെന്നുള്ളത് ആ ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു? അവരെടുത്ത് വെക്കുന്നത് പെട്ടെന്ന് തന്നെ അവരൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്ന് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബാഗിലേക്ക് നമുക്ക് മരുന്നൊക്കെ എടുത്ത് കിട്ടുന്ന ആ കവറില്ലേ, പേപ്പറിന്റെ കവറില്ലേ, ടാബ്ലറ്റ്സ് ഒക്കെ വെക്കുന്ന കവർ, അതാണ് ബാഗ് എന്ന് പറയുന്നത്. ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് ബാഗ്. ആ കവറിലേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ആ കവറിൽ എന്ത് ചെയ്യുന്നു? ആ ഓർഡർ ഷീറ്റില്ലേ അതും കൂടി സ്റ്റാപ്ലർ ചെയ്ത് വെക്കും. ആ മെഡിസിൻസ് ഒപ്പം തന്നെ അതും കൂടി എന്ത് ചെയ്യുന്നു? അവിടെ പിൻ ചെയ്ത് വെക്കും. ഇനി
അടുത്തതിൽ എന്ത് ചെയ്യുന്നു? ഇനി അവിടെ എന്തെങ്കിലും ലേബലിംഗ് ആവശ്യമാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 1 വീതം 3 നേരം കഴിക്കേണ്ടത് ആഹാരത്തിന് മുന്നേ ശേഷം എന്നൊക്കെ ഉള്ള എന്തെങ്കിലും ലേബലിംഗ് അവിടെ ആവശ്യമാണെങ്കിൽ മിക്ക ഹോസ്പിറ്റലിൽ അത് പ്രിന്റഡ് ആയിരിക്കും, ഫാർമസിയിൽ. ഇനി അത് ചിലത് വെട്ടിക്കളയേണ്ടേക്ക് വരൂലേ, അവിടെ രണ്ടും എഴുതിയിട്ടില്ല, ആഹാരത്തിന് മുൻപ് മാറിട്ടിട്ട് ആഹാരത്തിന് ശേഷം എന്നുണ്ടാവും. അപ്പൊ ഏതാ നമ്മൾ കഴിക്കണ്ടേ എന്നുള്ളതനുസരിച്ച് ഇപ്പൊ ആഹാരത്തിന് ശേഷമാണെങ്കിൽ മുമ്പ് എന്നുള്ളത് അവർ വെട്ടിക്കളയും, അതിന്റെ ശേഷം എന്നുള്ളടത്ത് ടിക്ക് ഇടും. അങ്ങനെ എന്തെങ്കിലും ലേബലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ അവരത് ലേബിൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മെഡിക്കേഷൻ എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് മെഡിക്കേഷൻ. ആ മരുന്നുകള് ആ പേഷ്യന്റ് നേരെ കൊടുക്കല്ല, നേരെ ആ വാർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിന്റെ കൈകളിലേക്ക് എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്യുന്നു. ഇനി നേഴ്സിന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നേഴ്സ് എന്ത് ചെയ്യുന്നു? അത് ഒന്നുകൂടി ചെക്ക് ചെയ്യും. അവർ റിക്വസ്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ടോ എന്നുള്ളത് നേഴ്സ് ഒന്നുകൂടി അത് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് പേഷ്യന്റിന് ആ മെഡിക്കേഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. അതിനുശേഷം മെഡിക്കേഷൻ പേഷ്യന്റിന് കൊടുക്കും. ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞേക്കുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സെക്ഷനിൽ ഇനിയിപ്പോ പേഷ്യന്റിന് കേസ് സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഈ മെഡിക്കേഷൻ ഓർഡറിന്റെ കോപ്പി കൊടുക്കണം എന്ന് പറയുക, കോപ്പി കൊടുക്കൂലേ? അപ്പൊ അത് ആ ഇൻജന്റ് അല്ലെങ്കിൽ നമ്മൾ അത് ആ ഓർഡർ അത് അവർക്ക് പേഷ്യന്റിന് കൊടുക്കണമെങ്കിൽ അതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ആ നമ്മുടെ ഈ നേഴ്സ് ഒന്നുകൂടി ഇത് ഇൻജന്റ് കൊടുക്കുമ്പോൾ അത് ഒന്നുകൂടി ചെക്ക് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്? അങ്ങനെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാനത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ മേക്കിംഗ് ഇൻജന്റ്. ഇൻജന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ഓർഡർ ആണ് കേട്ടോ. ഇൻജന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ഓർഡർ. അത് കൊടുക്കുന്നതിന് മുന്നേ നേഴ്സ് എന്ത് ചെയ്യുന്നു? അത് ഒന്നുകൂടി ചെക്ക് ചെയ്യും. പേഷ്യന്റിന്റെ ID നമ്പർ, ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ID നമ്പർ. ID നമ്പർ ഇല്ലേ? ഓരോ പേഷ്യന്റിന്റെ MRD നമ്പർ ഒക്കെ ഇല്ലേ? ഹോസ്പിറ്റലിൽ നമ്മള് ചീട്ട് എടുക്കുമ്പോൾ നമ്മുടെ പേരല്ല പറയുന്നത്, നമ്മുടെ നമ്പർ പറയല്ലേ. നമ്മളിപ്പോ ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള പേഷ്യന്റിന്റെ നമ്പർ ഓക്കെ, അവിടെ ഓരോ പേഷ്യന്റ് നമ്പർ അല്ലേ? നമ്പർ, ID നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ഡോസേജ്, പ്രിസ്ക്രിപ്ഷന്റെ, പിന്നെ ഷെൽഫിൽ മരുന്ന് അവൈലബിൾ ആണോ, അഡ്വാൻസ് മരുന്നുണ്ടോ, പിന്നെ ലാസ്റ്റ് ഇൻഡന്റ് റിസീപ്റ്റ് ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫിനാൻസ് ആണ്. ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തികം. ഫിനാൻസ്. ഓക്കെ, നമ്മുടെ ഈ ഫാർമസിയില് ഫിനാൻസ്, ഈ പണം എങ്ങനെയാ, ഏതൊക്കെ സോഴ്സിൽ നിന്നാ വരുന്നത്? ഫാർമസിയില് മരുന്ന് കൊടുക്കാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഫിനാൻസ് എവിടെ നിന്നൊക്കെ കിട്ടാം? ഫാർമസീനെ ബേസ് ചെയ്ത് ഫിനാൻസ് എന്ന് പറഞ്ഞേതാ? മെയിൻ ആയിട്ട് എവിടെ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നത്? ഫാർമസിന്ന്. ഫാർമസിക്ക് പേഷ്യന്റ്. ഓക്കെ, വെരി ഗുഡ്. പേഷ്യന്റിന്റെ കൈകളൊന്നാണ് അല്ലെ മരുന്ന് പേഷ്യന്റിന് കൊടുക്കുമ്പോൾ പേഷ്യന്റ് ക്യാഷ് കൊടുക്കണ്ടേ അല്ലെ? ഒന്നാമത്തെ പ്രൈമറി സോഴ്സ് ഏതാ? പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. പ്രധാനപ്പെട്ട ഏറ്റവും പ്രൈം സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? പേഷ്യന്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻ ഫാർമസി എവിടെ നിന്നാണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റിൽ നിന്നാണ് അവർക്ക് മെയിൻ സാമ്പത്തികം അല്ലെ? മെയിൻ വരുമാനം എവിടെന്നാ? ഫാർമസിക്ക് എവിടെന്നാ? പേഷ്യന്റിന്റെ കൈകളിൽ നിന്ന് ആണ്. ഇനി നോക്കിയേ, ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഇനി പൈസ നേരിട്ട് ചിലപ്പോ പേഷ്യൻസ് നേരിട്ട് ക്യാഷ് തന്നെ കൊടുക്കാം അല്ലെ? ക്യാഷ് കൊടുക്കാം. അല്ലെങ്കിലോ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ്, അവര് പേഷ്യന്റ് തന്നെ പൈസ കൊടുക്കാം. അല്ലെങ്കിലോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിലോ? ഇൻഷുറൻസ്. ഓക്കെ, വെരി ഗുഡ്. കീർത്തന വിനോദ കേട്ടു. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് അല്ല പൈസ കൊടുക്കണേ, ഇൻഷുറൻസ് കമ്പനികളാണ് ആ പൈസ കൊടുക്കണം, അഫോർഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് തന്നെ ആ പൈസ അടയ്ക്കാം. ഇനി ഇൻഷുറൻസ് കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ പൈസ അടയ്ക്കണ്ട, ഇൻഷുറൻസ് കമ്പനി അത് അടച്ചോളൂ അല്ലെ? അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഹോസ്പിറ്റലിലേക്ക് ക്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് ഒരു സോഴ്സ് ആണ്. ഇനി അടുത്താണ് റിസർച്ച് വർക്ക്. മൂന്നാമത്തെ റിസർച്ച് വർക്ക്. റിസർച്ച് വർക്ക് എന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യാൻ പല ഡോക്ടേഴ്സും പല റിസർച്ച് കാര്യമൊക്കെ പ്രൊഫഷണലൊക്കെ വരൂലേ, റിസർച്ചിനായിട്ട് വരൂലേ ഫാർമസിയിലും ഒക്കെ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഈടാക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ ഫാർമസിയിലെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടല്ല അവർ റിസർച്ച് നടത്തുന്നത് അല്ലേ?
അപ്പൊ അങ്ങനെ അതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് പൈസ അങ്ങനെ റിസർച്ച് വർക്കിൽ നിന്നും നമുക്ക് കുറച്ച് പൈസ കിട്ടും. ഫാർമസിക്ക് കുറച്ച് ഫണ്ട് കിട്ടും റിസർച്ച് വർക്ക്. അടുത്തത് ഫോർത്ത് വൺ നോക്കി, ഇൻവെസ്റ്റഡ് എൻറോൾമെന്റ് ഫണ്ട്സ്. എൻറോൾമെന്റ് ഫണ്ടുകളില്ലേ, എൻറോൾമെന്റ് ഫണ്ട് ഡൊണേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ, എനിക്ക് കുറെ കാശുണ്ട്, എനിക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ ആ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഡൊണേറ്റ് ചെയ്യാം അല്ലെ. ഒത്തിരി ആളുകൾ അങ്ങനെ ഡൊണേഷൻ കൊടുക്കല്ലേ, എൻറോൾമെന്റ് ഫണ്ടുകൾ കൊടുക്കല്ലേ ഹോസ്പിറ്റലിലേക്ക്. അതും അവരുടെ ഒരു ഫിനാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. Okay, the enrollment fund are funded mainly through donation. ഡൊണേഷനെ കൂടെ മെയിൻ ആയിട്ട് ഡൊണേഷനുകളോട് കൂടെ കിട്ടുന്ന ഫണ്ടാണ് എൻറോൾമെന്റ് ഫണ്ട്. അപ്പൊ ഇൻവെസ്റ്റഡ് എൻറോൾമെന്റ് ഫണ്ട്, എൻറോൾമെന്റ് ഫണ്ടിൽ കൂടെ ഫിനാൻസ് കിട്ടും. The funds have specific policy and the concern investment, withdrawal and the usage of the fund. നിക്ഷേപം വിഡ്രോ ചെയ്യാം, പിൻവലിക്കല്, ഫണ്ടുകളുടെ ഉപയോഗം എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട പ്രത്യേകം നയങ്ങളുണ്ട്, പോളിസികളുണ്ട്. നമ്മൾ വെറുതെ അത് മേടിക്കല്ല ചെയ്യണത്. അങ്ങനെ ഇന്ന ഫണ്ട് ഇന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതി കറക്റ്റ് ഇത് ഫോളോ ചെയ്യണം. അവിടെ കുറച്ച് ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കുറച്ച് പോളിസികളുണ്ട്. ഓക്കെ, ഫണ്ട് ഹാവ് എ സ്പെസിഫിക് പോളിസി. ആ ഓരോ ഫണ്ടുകൾക്കും എന്തുണ്ട്, പ്രത്യേകം നയങ്ങളുണ്ട്. അതേ സംബന്ധിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിക്കുക, കൺസേൺ എന്ന് പറഞ്ഞാൽ സംബന്ധിക്കുക. ദാറ്റ് കൺസേൺ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിക്കുന്ന വിഡ്രോവൽ, യൂസേജ് ഓഫ് ഫണ്ടിന്റെ ഉപയോഗം. ഇത്ര രൂപ ഫണ്ട് അത് ഇതിനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത്ര അതിന് ആ മൊത്തം ഫണ്ടിന് ഇത്ര വിഡ്രോ ചെയ്തു, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നുള്ളതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പോളിസികളും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഫിനാൻസ് എന്ന് പറയുന്നത് ഗിഫ്റ്റ്, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാം, കോൺട്രിബ്യൂഷൻ സംഭാവനയായിട്ട് കൊടുക്കാം അല്ലെ, സംഭാവനകൾ കൊടുക്കാം ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ പൊതുപ്രവർത്തന ചെലവുകൾക്ക്, പൊതുവായിട്ടുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾക്ക്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റല് ഇങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരിക എന്ന് പറഞ്ഞു, അവിടെ അടുത്തുള്ള നല്ല ക്യാഷ് ടീമുകളൊക്കെ നമുക്ക് നല്ലൊരു കാര്യമല്ലേ, നമ്മുടെ പ്രദേശത്ത് ഒരു വലിയ ഹോസ്പിറ്റൽ വരിക എന്നുള്ളത് അല്ലെ. പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നല്ല ക്യാഷുള്ള ആളുകൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഹോസ്പിറ്റലിലേക്ക്. കോൺട്രിബ്യൂഷൻ ഞാൻ ഇത്ര രൂപ തരാം, ഇതിന്റെ ഫണ്ടിലേക്ക് ഇതിലേക്ക് ഞാൻ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അത്രയൊക്കെയാണ് ഹോസ്പിറ്റലില് ഫാർമസിയിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെയിൻ ആയിട്ട് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എത്രാമത്തെ, രണ്ടാമത്തെ ആണോ? അത് രണ്ടാമത്തെ എന്താ, സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്ന പേഷ്യൻസിന് നേരിട്ട് പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി വഴി കൊടുക്കാം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പൈസ കൊടുക്കണ്ട, എന്റെ ക്യാഷ് എനിക്ക് എത്ര രൂപയാണ് ഹോസ്പിറ്റൽ ആയെന്നുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനികളാണ് കേട്ടോ. ഇൻഷുറൻസ് വഴി അവർക്ക് പൈസ കിട്ടും. ഇനി അടുത്ത റിസർച്ച് വർക്ക്, റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ റിസർച്ചിന് കുറച്ച് ആളുകൾ വരികയാണ്, അപ്പൊ അവര് നമ്മുടെ ലാബിലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കില്ലേ, അപ്പൊ അതിന് ഭാഗമായിട്ട് കുറച്ച് നമുക്ക് ക്യാഷ് അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടും. പിന്നെയാണ് എൻറോൾമെന്റ് ഫണ്ടുകൾ. ഹോസ്പിറ്റലിൽ ഇന്ന ഫണ്ടുകൾ ഉണ്ടാവല്ലോ, ഇങ്ങനെ ഓരോന്നിന്റെ ഫണ്ടുകൾ, അതിൽ നിന്നുള്ള ക്യാഷ് കാര്യങ്ങൾ, അതിനൊരു പ്രത്യേക പോളിസി പ്രൊസീജിയർ ഉണ്ട്. വെറുതെ ഹോസ്പിറ്റലിന്റെ ഫണ്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര വിഡ്രോ ചെയ്തു, അതിനകത്ത് എത്ര ഫണ്ടിന്റെ എത്ര ശതമാനം ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഒരു ഫണ്ട് ഉണ്ടാവും ഹോസ്പിറ്റലിന് അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ്, ആ ലാഭമൊക്കെ ഒരു ഫണ്ട് ഇതുണ്ടാവും. അപ്പൊ ഓരോ മെയിൻ്റനൻസ് കാര്യങ്ങളോ ഇന്ന ഫാർമസിയിലൊക്കെയാണ് ആവശ്യങ്ങൾക്കോ ആ ഫണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് ചെലവാക്കാം. ഓക്കെ, അതൊരു ഫാർമസിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഫിനാൻസ് ആണ്. പിന്നെ ലാസ്റ്റത്തേലാണ് അവിടെ ഗിഫ്റ്റ്, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. ഓക്കെ, ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറെ കാശുണ്ട്, എന്റെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ വരികയാണെങ്കിൽ എനിക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുക്കാം അല്ലേ, അങ്ങനെ ഫിനാൻസ് കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ ആണ് അല്ലെ. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെയുണ്ട്. നമ്മൾ എന്താ 5 മിനിറ്റ് വൈകിയല്ല, 6-7 മിനിറ്റ് വൈകിയ തുടങ്ങിയത് ഒരു കുഞ്ഞു കാര്യം. അപ്പൊ ഈ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ റോളും കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഈ ഒരു ബോക്സ് കൂടി പറയാം. ഡീറ്റെയിൽ ഒന്നുമില്ല,
ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, ഈ ബോക്സിലുള്ള കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നിങ്ങൾ നോട്ട് ചെയ്തിടണം കേട്ടോ. ഫിനാൻസ് എന്നുള്ളത് നോട്ട് ചെയ്തിട്ടോ, അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആ സെക്ഷന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതും നോട്ട് ചെയ്തിട്ടോ. പ്രോബ്ലം ഓഫ് ഫാർമസി സർവീസ്. ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രോബ്ലം, ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലംസ് നോക്കിയേ. പിൽഫറേജ്, ബോക്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പിൽഫറേജ്? തെഫ്റ്റ്, മോഷണം. ഫാർമസിന്ന് മോഷണം പോകാം. അപ്പൊ അവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഫാർമസി സർവീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പിൽഫറേജ്, മോഷണം പോകാം. പ്രോബ്ലംസിലാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ, ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയും. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ, വിപണിയിൽ നിരോധിച്ച മരുന്നുകളില്ലേ, ചില ടാബ്ലറ്റ്സുകൾ നമ്മളിപ്പോ അത് ഉപയോഗിക്കാൻ പാടില്ല, ഡ്രഗ് ലിസ്റ്റിൽ ഇല്ല, വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ. ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. എക്സ്പയറി ഡ്രഗ്സും ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകൾ. എഴുതി വെച്ച അവിടെ, എഴുതി വെച്ചോ? ഓക്കെ. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകൾ, അതായത് വിപണിയിലില്ല, വിപണിയിൽ നിരോധിച്ച മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കിയാൽ ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ്, ഈ മരുന്നുകളൊക്കെ ഫാർമസിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കുള്ള കോസ്റ്റ് ഇല്ലേ, അതൊരു പ്രശ്നമാണ്. ഓക്കെ, പ്രോബ്ലം ആണ് ക്യാരിങ് കോസ്റ്റ്. പിന്നെ അടുത്ത് നോക്കിയാൽ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്. കണ്ടോ, ഇൻസെക്ട്സുകളൊക്കെ, റാറ്റ്, എലികളും ഇൻസെക്ട്സ്, കീടങ്ങളും ഒക്കെ നശിപ്പിക്കുന്നത്. മരുന്നുകളൊക്കെ ചിലപ്പോ എലിയൊക്കെ കയറി നശിപ്പിക്കാം, കാലഹരണപ്പെട്ടു പോകാം. ഓക്കെ, കാലഹരണപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെ അവരൊക്കെ വേസ്റ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ ആ മരുന്നൊന്നും ഉപയോഗിക്കാൻ പറ്റൂല്ലോ. ഇൻസെക്ട്സോ അല്ലെങ്കിൽ റാറ്റ്സ്, ഇതിന്റെ ശല്യമൊക്കെ മൂലം കാലഹരണപ്പെട്ടു പോയ മരുന്നുകൾ, അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത മര്യാദയ്ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ എലിയൊക്കെ കയറി എല്ലാം നശിപ്പിച്ചു കളയും, അങ്ങനെ. ഇനി അടുത്തതാണ് എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് അല്ലെ, 17/5 അല്ലെങ്കിൽ നമ്മള് ഒരു ഇപ്പൊ ഇത്ര നാള് അല്ലെ, അതിന്റെ കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, അവർക്ക് വരെ ആ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ ഡേറ്റ് 17/5/2025, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഇതിപ്പോ 3 മാർച്ചിലേക്ക് വരുന്നു. അപ്പൊ അത് കറക്റ്റ് എനിക്ക് മനസ്സിലായല്ലോ. ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ആ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, എല്ലാ കാലത്തിനും ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ എന്തൊക്കെ മേടിച്ചാലും അതിനകത്ത് എക്സ്പയറി ഉണ്ടാവും. ആ എക്സ്പയറി ഡേറ്റ് വരെ, ആ ഡേറ്റ് വരെയാണ് ആ മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, എക്സ്പയറി ഡ്രഗ്സ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, അതൊരു പ്രശ്നമാണ് അല്ലെ. എക്സ്പയറിക്ക് മുന്നേ മരുന്നുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്പയറി കഴിഞ്ഞ മരുന്നുകളൊക്കെ വേസ്റ്റ് ആയി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഫാർമസി നേരിടുന്ന പ്രശ്നമാണ്. പിന്നെ ഒരെണ്ണം ഷോർട്ടേജ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിയിലെ മരുന്നൊക്കെ കൊണ്ടുവരൂല്ലേ, മരുന്നുകൾ കൊണ്ടുവരില്ലേ, അപ്പൊ വരുന്ന കോസ്റ്റ്, ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്. നമ്മൾ പറഞ്ഞു എപ്പോഴെപ്പോഴും നമ്മള് മരുന്നുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന പർച്ചേസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ അന്നേരം ഉണ്ടാകുന്ന ചെലവില്ലേ, അതൊരു പ്രശ്നമാണ്, ക്യാരിയിങ് കോസ്റ്റ്. പിന്നെ അടുത്ത് ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ്, മരുന്നിന്റെ ഷോർട്ടേജ്, അതായത് നമ്മള് നിർദ്ദിഷ്ട മരുന്നുകളുടെയൊക്കെ ലഭ്യതക്കുറവ്, അല്ലെങ്കിൽ അത് പരിമിതമായിട്ടുള്ള വിതരണം, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വർദ്ധിച്ച ചെലവുകൾ, ഇതാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഷോർട്ടേജ് കോസ്റ്റ് അത്രയും. അപ്പൊ അതില് നിങ്ങൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് ആ കോളത്തിന്റെ ഉള്ളിൽ കിടക്കല്ലേ, ബോക്സിന്റെ ഉള്ളിൽ കിടക്കല്ലേ, അത് നോട്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാ? പിൽഫറേജ് വരാം, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ഉണ്ട്, ക്യാരിയിങ് കോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ഷോർട്ടേജ് കോസ്റ്റ്. ക്ലിയർ ആയോ? ബോക്സിന്റെ ഉള്ളിലുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ളൂ, റോളുള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കിയൊക്കെ ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് വരാം അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.
ഇന്ന് എടുത്തതൊക്കെ മിക്കതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ബൈ.